വളരെ സിമ്പിളായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെട്ട് ദൈവത്തിൻ്റെ വചനം കൊടുക്കാനായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിലെ അച്ഛന്മാർക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ വീട് സന്ദർശനവും ആൾക്കാരുടെ ഇടപെടലുകളുമൊക്കെ വളരെ ഹൃദ്യമാണ്. ഞാനെല്ലാം കൊണ്ടും ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ സംതൃപ്തനാണ്. ഇനിയും ഏതെങ്കിലും ഇടവകയിൽ ചെല്ലുമ്പോഴും ഈ ധ്യാനം നടത്താനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ രീതികളിൽ അവരൊരിക്കലും വെള്ളം ചേർക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ അച്ഛന്മാരോട് ഞാനും ആൾക്കാരുമൊക്കെ പറഞ്ഞു, രാവിലെ 5:30 ധ്യാനത്തിൻ്റെ പരിപാടികളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വർഷം ഇതിങ്ങനെയാണ് ചെയ്തത്, അതിൽ മാറ്റമൊന്നും വരുത്തില്ല. അതുപോലെ ഏത് പ്രോഗ്രാമും ആര് വന്നാലും വന്നില്ലെങ്കിലും കൃത്യസമയത്ത് തന്നെ തുടങ്ങും, കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കും. ഇപ്പോൾ കോംപ്രമൈസ് ഇല്ലാതെ ആത്മീയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിലെ അച്ഛന്മാർക്ക് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ആ ധ്യാനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും വർഷമായിട്ടും അതിൻ്റെ ദൃഢതയും പ്രസക്തിയുമൊക്കെ നിലനിൽക്കാനായിട്ട് കാരണമായതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഈ അച്ഛന്മാരിലുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. ആ അഭിഷേകം താവളം ഫൊറോന പള്ളിക്കും കിട്ടി. ആൾക്കാരെല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. ഇതിലൂടെ ഈ ഇടവകയിൽ ഒരു നവീകരണം, വിശുദ്ധീകരണമൊക്കെ സംഭവിക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അതിന് ഞാൻ ഒത്തിരിയേറെ സന്തോഷവാനാണ്. ഇനിയും മറ്റുള്ളവർക്ക് ഈ നന്മകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാത്തിനും പ്രത്യേകം നന്ദി. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ പ്രത്യാശത്വം കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. താവളം ഇടവകയെ സംബന്ധിച്ചിടത്തോളം എട്ടപ്പാടി മേഖലയിലെ ഫൊറോന പള്ളിയായി നിലകൊള്ളുമ്പോൾ വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ അവസാന ദിവസത്തെ സായാഹ്ന ശുശ്രൂഷയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് തന്നെ നമുക്ക് ചേർന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം. നിത്യ സഹായ നാഥേ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ആദ്യത്തെ 4 വരികൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒന്ന് ചേർന്ന് നമ്മുടെ ശുശ്രൂഷകളെയും നമുക്ക് ലഭിച്ച ഈ കൃപാവരങ്ങളെല്ലാം ജീവിതത്തിൽ എന്നും ചേർത്ത് വയ്ക്കുവാനായി ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും നമുക്കൊന്ന് മനസ്സിലൊന്ന് ഓർക്കാം. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം കേൾക്കണമേ. ഞങ്ങളുടെ രോദനങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ഞങ്ങൾക്ക് താങ്ങായി തണലായി അമ്മേ കാനായിലെ ഭവനത്തിൽ എന്നതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നമുക്ക് ചേർന്നൊന്ന് പാടാം. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിന്ദ്യൂയൻ ചേർക്കണേ മക്കളെ. നമ്മുടെ ജീവിതം ഇനി ദൈവത്തോട് ചേർത്ത് വെക്കണം, കർത്താവിനോട് ചേർത്ത് വെക്കണം. ചേർത്ത് പറയട്ടെ ഹല്ലേലൂയ. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഒരുവൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കി ഭവനം അടിച്ചു വാരി വൃത്തിയാക്കി മനോഹരമാക്കി. ഈ പുറത്താക്കപ്പെട്ട പിശാച് എന്ത് ചെയ്തു? പലയിടങ്ങളിലും ഒരു വസതിക്ക് വേണ്ടി ചുറ്റിക്കറങ്ങി അന്വേഷിച്ചു. എവിടെയും സ്ഥലം കിട്ടാതെ വന്നപ്പോൾ എന്നെ ചെയ്തു? ആ പുറത്താക്കപ്പെട്ട ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം മനോഹരമായി, ബെഡൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, നല്ല രീതിയിൽ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അവൻ എന്നാ ചെയ്തു?
അവൻ എന്നാ ചെയ്തു പറഞ്ഞേ? അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വളരെ മോശമായി തീർന്നു. ഈ ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ഈ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ആരിൽ നമ്മൾ ആശ്രയം വയ്ക്കണം? കർത്താവിൽ ആശ്രയം വയ്ക്കണം, ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. വലതുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, അനുദിന കുടുംബ പ്രാർത്ഥനയിലൂടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലഭിച്ച കൃപയിൽ നിലനിന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. പൗർണമിശ ധ്യാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, വ്യക്തികളുടെ മാനസാന്തരം. നമ്മൾ കുമ്പസാരത്തിലൂടെ, ബുധനാഴ്ച പ്രഭാതത്തിലെ കുമ്പസാരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ചു. രണ്ടാമത്തെ ലക്ഷ്യമായിരുന്നു കുടുംബങ്ങളുടെ വിശുദ്ധീകരണം. മാമോദീസ വ്രത നവീകരണ ശുശ്രൂഷ, ഇന്നലത്തെ ആന്തരിക രോഗസൗഖ്യ ആരാധന, ഇന്ന് പ്രഭാതത്തിലെ വിവാഹ വ്രത നവീകരണ ശുശ്രൂഷ, കുടുംബ ബന്ധങ്ങളെ കോർത്തിണക്കിയ ഹൃദയസ്പർശിയായ ശുശ്രൂഷകള്. പ്രിയമുള്ളവരെ, പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന നിമിഷങ്ങളോടടുക്കുമ്പോൾ, കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ഇവിടെ ആയിരുന്നത് പോലെ അല്ല ഇപ്പോൾ ആയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. അവയ്ക്കെല്ലാം നന്ദി പറഞ്ഞ് കരമുയർത്തി ഒരിക്കൽ കൂടി എന്ന് കൈയടിച്ച് കുടുംബങ്ങളെ ഈശോ വിശദീകരിച്ച് അനുഗ്രഹിച്ചവർ നന്ദി പറഞ്ഞ് വീണ്ടും ഇതാ മൂന്നാമത്തെ ലക്ഷ്യം ഇതായിരുന്നു, ഇടവകയുടെ നവീകരണം. പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഇന്നൊരു വിശ്വാസ പ്രഘോഷണ റാലിയുണ്ട്. യൂണിറ്റ് അടിസ്ഥാനത്തിലെല്ലാം മനോഹരമായിട്ട് ചെയ്യണം. ഞങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഈ നാളുകളിൽ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ഇന്നത്തെ ക്രമീകരണങ്ങൾ, ഈ സായങ്കാലത്തിലെ ക്രമീകരണങ്ങൾ, വിശ്വാസ പ്രഘോഷണ റാലി ഏറ്റവും സജീവമാക്കി, മനോഹരമാക്കി എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ ഐക്യത്തെ വളർത്തുന്നത്. ഈ അൾത്താരയ ഒരേ അപ്പത്തിൽ നിന്ന് പങ്കുപറ്റി, ഒരേ സ്നേഹത്തിൽ, ഒരേ ഐക്യത്തിൽ ഇനിയും മുന്നേറണം. അതിന് കർത്താവിൽ നമ്മൾ ആശ്രയം വെക്കണം. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൽ ആശ്രയം വെക്കുന്ന ദൈവജനം. കർത്താവിനോട് ചേർന്നാണ് ഇനി എൻ്റെ ജീവിതം. ദൈവത്തോട് ചേർന്നാണ് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത്. കർത്താവിലാണ് എൻ്റെ ആശ്രയം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഗാനം, കർത്താവിലെന്നും എൻ്റെ ആശ്രയം. കർത്തൃസേവയൊന്നാണ് എൻ്റെ ജീവിതം. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. അടിപാടി. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. എല്ലാവരും കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാഴ്ത്തുമേശുവേ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യും, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ വൻതിര പോലോര ക്ലേശങ്ങൾ വന്നാലും വല്ലവൻ ചൊല്ലി എല്ലാം മാറിടും. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമേ, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ വൻതിര
പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലിൽ എല്ലാം മാറിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയും ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയും ഹല്ലേലൂയ പാടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എളിമയോടെ താഴ്മയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്നരുളി ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മിലേക്ക് പകർന്നു നൽകുന്ന നിമിഷമാ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ. ആത്മാർത്ഥമായിട്ട് ആരെല്ലാം തന്നെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവർക്കെല്ലാം എത്രയും അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, വിവേകത്തിൻ്റെ, ആത്മശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ ഓർത്തേക്കുക, ഒരുപക്ഷെ പല കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കുന്നു, അത് സാധിക്കുന്നില്ല. പഠിക്കുന്നുണ്ട്, മക്കൾ പഠിക്കുന്നുണ്ട്, പരീക്ഷയിൽ വിജയമില്ല. അധ്വാനമുണ്ട്, ഒരു ഫലം ചൂടാനായിട്ട് പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ അങ്ങ് ചേർത്ത് നിർത്തുമ്പോണ്ടല്ലോ സമൂലമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വലുതരമേറത്തി സ്വരമേറത്തി എന്ന് പറഞ്ഞേ ഹാലേലുയ്യ. ചേർന്നെന്ന് പറഞ്ഞേ ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു വീഴ്ചയാണ് നമ്മുടെ സംസാരത്തിൽ നമ്മൾ തെറ്റുവരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് കോപിക്കുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ഇച്ഛിക്കുന്ന കാര്യമല്ല ചെയ്യുന്നത്, ഇച്ഛിക്കാത്തത്, ആഗ്രഹിക്കാത്തത് ഞാൻ പ്രവർത്തിക്കുന്നതും പറയുന്നതൊക്കെ. അവിടെയാണ് നമുക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്. ലുക്ക 12:12 ഓർമ്മപ്പെടുത്തുന്നത് എന്താ? പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എന്താണ് പറയേണ്ടതെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ജ്ഞാനത്തിന്റെ ആത്മാവ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 2-ാം തിരുവചനം മുതൽ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ചേർന്ന് പറയട്ടെ ഹാലേലുയ്യ. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതേ ആത്മാവിൻ്റെ നിറവാണ് നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് കാണുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്.
ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം വചനങ്ങൾ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ് ഈശോയെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ഞങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോയുടെ സ്ലീഹന്മാർക്ക് എപ്പോഴാ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? ആ പന്തക്കുസ്ത തിരുനാളിലാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയതല്ലേ? അതിന് മുന്നും കിട്ടിയിട്ടുണ്ട്. എപ്പോഴാ? നമ്മളിതാ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്, ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ്? ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈശോയുടെ ഉദ്ധാനത്തിന് ദിവസം, ഈസ്റ്റർ ദിവസമാണ്, ഞായറാഴ്ച. അതിന് തൊട്ട് മുൻപുള്ള വചനഭാഗം ഇതാണ്, ഈശോ മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 20 മുതലുള്ള വാക്യങ്ങളിൽ 20-ാം അധ്യായം 11 തൊട്ട് 19 തൊട്ട് ഇതാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എപ്പോഴാ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? പന്തക്കുസ്ത തിരുനാളിലാണോ? അല്ല, അതിനു മുന്നോ കിട്ടി. പന്തക്കുസ്ത തിരുനാളിന് മുന്നും ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഇതാ ഈശോ അവരുടെ മേൽ നിശ്വസിച്ചു. ഈശോ നിശ്വസിച്ചു, അല്ലെങ്കിൽ ദൈവം നിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന്റെ ആത്മാവിനെ കൊടുക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ഇതാ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം നിശ്വസിച്ചു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു കൊടുത്തപ്പോഴാണ് ആദ്യ പിതാവായ ആദത്തിന് ഇതാ ജീവൻ ലഭിച്ചത്. ഇവിടെയും സ്ലീഹന്മാരിലേക്ക് അവരിലേക്ക് നിശ്വസിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് സ്ലീഹന്മാർ എന്നാ ചെയ്തു? ലഭിച്ച പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റിയോ? ഇല്ല. സ്ലീഹന്മാർ പിന്നീട് ചെയ്തത് ഇതാണ്, അവർ പഴയ ജീവിത രീതിയിലേക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. ഈശോ പരിശുദ്ധാത്മാവിനെ അവർക്ക് പകർന്നു നൽകിയപ്പോഴും അവർ ആ ചൈതന്യത്തെ മനസ്സിലാക്കാതെ സ്വീകരിക്കാതെ പഴയ ജീവിത രീതിയിലേക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. വല്ലതും കിട്ടിയോ? ഇല്ല. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ ഈശോ വന്ന് ചോദിക്കുകയാണ്, മക്കളെ മീൻ കിട്ടിയോ? ഇല്ല. വലതുവശത്തെ വെള്ളത്തിന്റെ വലതുവശത്ത് വലയെറിയാൻ പറയുന്നു, മീൻ കിട്ടുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുള്ള എല്ലാവരും ഒന്ന് കൈയെഴുതിക്കേ. ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാ കിട്ടിയത്? ആ മാമോദീസായിലൂടെ കിട്ടി, സൈര്യലേപനത്തിലൂടെ കിട്ടി, ഉദാശകളുടെ സ്വീകരണത്തിലൂടെ കിട്ടി. മാറ്റമുണ്ടോ? ചേർന്ന് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് അല്ലേ? സ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, വല്ല മാറ്റം ഉണ്ടായോ? ഇല്ല. എപ്പോഴാണ് സ്ലീഹന്മാർ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കടന്നു വന്നത്? അവിടെയാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായില് ഇതെല്ലാം ദൈവം പറയുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം, പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്ലീഹന്മാർ സ്വന്തമാക്കുന്നത്
2-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ചേർന്ന് പറയട്ടെ ഹാലേലുയ്യാ, ഹാലേലുയ്യാ. വലുതരമേർത്തി സ്വരമേർത്തി ഹാലേലുയ്യാ. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഇപ്പോൾ ശ്രവിച്ച വചനത്തിന്റെ അഭിഷേകത്താൽ അപ്പസ്തോലന്മാർക്ക് പകർന്നു നൽകിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കും വർഷിക്കണമേ. ഹാലേലുയ്യാ, ഹാലേലുയ്യാ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് സാൻഡി റജി. ഞാൻ താവളം ഹോളി ട്രിനിറ്റി ഫൊറോന ചർച്ച് മാതൃവേദിയെ പ്രതിനിധാനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോജോ അച്ഛനും തോമസ് അച്ഛനും നൽകുന്ന ഓരോ ക്ലാസ്സുകളും, പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ നടത്തിയ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള ക്ലാസ്സുകൾ, അതുപോലെ ചെറിയ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക്, പിന്നെ യുവതി യുവാക്കന്മാർക്ക്, നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വരുമാന മാർഗങ്ങളെ സമർപ്പിച്ചുള്ള ഒക്കെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് വളരെയധികം നന്മകൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഉള്ളത്, നമ്മുടെ വൈദികർ കുടുംബ സന്ദർശനത്തിന് വരുമ്പോൾ നമുക്ക് നമ്മുടേതായ പ്രത്യേക കാര്യങ്ങൾ പറയുവാനും അതിനുവേണ്ടി നമുക്ക് വേണ്ടി പ്രത്യേകം അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ വലിയൊരു നല്ല അനുഭവമായിട്ട് തന്നെ ഈ ഇടവകയിലെ എല്ലാവർക്കും തന്നെ പ്രചോദനമാകുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോസഫ് വലിയവീട്ടിൽ പറമ്പിൽ. ഞാൻ താവളം ഹോളി ട്രിനിറ്റി ഫൊറോന പള്ളിയുടെ കൈക്കാരനാണ്. താവളം ഇടവകയെ സംബന്ധിച്ചിടത്തോളം സെഹിയോൻ ധ്യാനകേന്ദ്രം ഞങ്ങളുടെ ഇടവകയുടെ ഒരു ഭാഗമാണ്. സെഹിയോൻ ധ്യാനകേന്ദ്രങ്ങളുടെ ശുശ്രൂഷകൾ തന്നെ എല്ലാവരും തന്നെ ഈ ഇടവകയിലുള്ള എല്ലാവരും പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുള്ളതാണെങ്കിൽ പോലും പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. ധ്യാനം തുടങ്ങിയ അന്നു മുതൽ, അട്ടപ്പാടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു മലയോര മേഖലയാണ്, വന്യമൃഗശല്യമുള്ള സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും എല്ലാവരും തന്നെ 160 കുടുംബങ്ങളിൽ നിന്ന് എല്ലാവരുടെയും തന്നെ നല്ലൊരു വിധത്തിലുള്ള പങ്കാളിത്തം ഈ ധ്യാനത്തിന് ഉണ്ടാവുകയും പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവവും വിജയവുമായി തീരുകയും ചെയ്തു. എൻ്റെ പേര് KP ഫ്രാൻസിസ്. ഒരാഴ്ചത്തെ ധ്യാനം, വിൻസെഷൻ ധ്യാനം നല്ലതായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ഇതുപോലത്തെ ഒരു ധ്യാനം ഞാൻ ഇതുവരെയും ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറയാം. നല്ലൊരു ധ്യാനം. ഇപ്പം ഇത്ര അടുത്ത് സെയ്യോൻ ധ്യാനമന്ദിരമുണ്ട്, അവിടെയൊക്കെ പോയി ഞാൻ ഇഷ്ടംപോലെ കൂടിയിട്ടുണ്ട്. എന്നാലും ഇതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് 60 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലെല്ലാവരും വന്ന് ധ്യാനത്തിന് കൂടി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയണു. അടുത്ത പ്രാവശ്യവും അച്ഛൻ ഇവിടെ വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ. പിന്നെ ദൈവാനുഗ്രഹത്തിൽ ഞാൻ ജനറൽ കൺവീനറാണ്. അപ്പം എല്ലാവർക്കും ഇടവക്കാർക്ക് മൊത്തം, നല്ല കുടുംബത്തിനൊക്കെ മൊത്തം നല്ല സന്തോഷവും.